ഡെലിവറി കഴിഞ്ഞിട്ട് പോസ്റ്റ്മോർട്ടം കെയർ എവിടെ ചെയ്യണം, എത്ര രൂപയാകും, ഒരുപാട് കോസ്റ്റ് ആകുമോ, എന്നെ കൊണ്ട് താങ്ങുമോ, ഇങ്ങനെ ഒരുപാട് ഡൗട്ട്സ് എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഒരുപാട് സെർച്ച് ചെയ്തു. അങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്തൊരു പ്ലേസ് ഉണ്ട്. ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ 14 ഡേയ്സ് പോസ്റ്റ്മോർട്ടം കെയർ എക്സ്പീരിയൻസിനെ പറ്റിയാണ്. സ്റ്റേ, ഫുഡ്, ട്രീറ്റ്മെൻറ്റ്, പിന്നെ ബേബി മസാജ് ആൻഡ് ബാത്ത്, ഇതെല്ലാം കൂടെ ആയിട്ട് വെറും 35,000 രൂപ മാത്രമായിരുന്നു. അതായത് ഏകദേശം ഒരു ദിവസം 2,500 രൂപ മാത്രം. എത്ര കുറവാണെന്നറിയോ? ഞാനിത് ചെയ്തിട്ട് ഏകദേശം 7 മാസം കഴിയുന്നു. ഈ ഇടയ്ക്ക് എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ട് അവൾ ചെയ്യാൻ പോവുകയാണ്, 50,000 ആണ് പറയുന്നത് എന്ന് കേട്ടപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, ഞാൻ എത്ര ലാഭത്തിനാണ് ഇത് ചെയ്തത്. ഈ ഒരു പ്ലേസ് പലർക്കും അറിയാത്തതുകൊണ്ടായിരിക്കില്ലേ ഇത് മിസ്സായി പോകുന്നത്. തിരുവനന്തപുരത്തുള്ള ആൾക്കാരാണെങ്കിൽ ഈ വീഡിയോ മിസ് ചെയ്യേണ്ട. ഞാൻ എൻ്റെ ഫുൾ എക്സ്പീരിയൻസും എന്തൊക്കെ എനിക്ക് ഇഷ്ടമായെന്നും എന്തൊക്കെ എനിക്ക് ഇഷ്ടമായില്ല എന്നും അവിടെ എത്രത്തോളം നല്ലതാണെന്നും പറഞ്ഞു തരാം. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഓപ്ഷൻ നോക്കുന്ന ആൾക്കാർക്ക് ഇത് മസ്റ്റ് വാച്ച് വീഡിയോ ആണ്. ഹായ്, എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ലിമിറ്റ്ലെസ് സൺഷൈൻ. ഞാനിന്ന് പറയാൻ പോകുന്നത് തീർത്തും എൻ്റെ എക്സ്പീരിയൻസ് മാത്രമാണ്. എല്ലാവരുടെയും അവരുടെ ബോഡിയും അവരുടെ പോസ്റ്റ്മോർട്ടം സിറ്റുവേഷനും അനുസരിച്ച് തീരുമാനം എടുക്കുക. ആദ്യമായിട്ട് ഞാൻ പറയാൻ പോകുന്നത് ഞാൻ എപ്പോൾ പോയി എന്നുള്ളതാണ്. എൻ്റെത് സി സെക്ഷൻ ആയിരുന്നു. സി സെക്ഷൻ എന്ന് പറയുമ്പോൾ മിനിമം 14 ഡേയ്സ് കഴിഞ്ഞിട്ടേ അവർ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തുള്ളൂ. ഇപ്പോൾ നോർമൽ ഡെലിവറി ആണെങ്കിൽ 4 to 5 ഡേയ്സിലൊക്കെ സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. പക്ഷെ അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്യണം. നമ്മുടെ സിറ്റുവേഷൻ എന്താണെന്ന് നമുക്ക് ഗസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ നേരത്തെ ബുക്ക് ചെയ്തതിന് ശേഷം അവരെ വിളിച്ച് അന്വേഷിക്കാൻ പറ്റും. നമ്മളെ ഡെലിവറി കഴിയുന്ന സമയത്ത് തന്നെ നമുക്ക് പറയാൻ പറ്റും നമ്മുടെ ഡെലിവറി എന്തായിരുന്നു എന്നുള്ളത്. അപ്പോൾ നമുക്ക് അവർ റൂം സജസ്റ്റ് ചെയ്യും. ഇപ്പോൾ റൂമിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ചിട്ടാണ് ഇതുപോലത്തെ പല സ്ഥലങ്ങളിലും നമുക്ക് ഡേറ്റ്സ് കിട്ടുക. അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ എനിക്ക് 2 ഡേറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് 15th ഡേ ഒരു ഡേറ്റ് കിട്ടി, 21st ഡേ ഒരു ഡേറ്റ് കിട്ടി. ഞാൻ 21st ഡേ ആ ചൂസ് ചെയ്തത്, ബിക്കോസ് സി സെക്ഷൻ ആണ്. അപ്പോൾ എനിക്ക് കുറച്ച് ഡൗട്ട് ഉണ്ടായിരുന്നു, സ്റ്റിച്ചൊക്കെ ഒന്ന് പ്രോപ്പർലി ഉണങ്ങി ഒന്ന് സെറ്റായ ശേഷം തുടങ്ങിയാൽ മതി എന്നൊരു തോട്ട് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ 21st ഡേ സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ ചൂസ് ചെയ്തത് 14 ദിവസത്തെ IP ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. അതായത് അവിടെ തന്നെ സ്റ്റേ ചെയ്ത് ചെയ്യുന്ന ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. ഈ സെൻറ്ററിൽ വീട്ടിൽ വന്ന് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റും ഉണ്ട്, അതുമാത്രമല്ലാണ്ട് IP ട്രീറ്റ്മെൻറ്റും ഉണ്ട്, അതുമാത്രമല്ലാണ്ട് OP ട്രീറ്റ്മെൻറ്റും ഉണ്ട്. അതായത് ഡെയിലി വന്ന് ചെയ്തു പോകാൻ കഴിയുന്ന രീതിക്കും ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റും. എനിക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് തോന്നിയത് IP ട്രീറ്റ്മെൻ്റ് ആണ്. വൈ? ബിക്കോസ് അവിടെ സ്റ്റേ ചെയ്യുന്നതോടുകൂടി എനിക്ക് ഒരു ടു ആൻഡ് ഫ്രോ യാത്ര, പിന്നെ അതുപോലെ ഗസ്റ്റ് ഒക്കെ കുറഞ്ഞു കിട്ടുമല്ലോ. വീട്ടിലാണെങ്കിൽ വന്ന് ചെയ്യുവാണെങ്കിൽ കുറച്ച് ഗസ്റ്റും അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. പിന്നെ ഇൻ കേസ് നമ്മൾ പോയി തിരിച്ചു വരുവാണെങ്കിൽ നമുക്ക് ആ ഒരു യാത്ര ബുദ്ധിമുട്ടുണ്ടാകും. സോ നല്ലപോലെ റെസ്റ്റ് എടുക്കണം എന്ന് വിചാരിച്ച് ഞാൻ അവിടെ തന്നെയാണ് ചെയ്തത്. അപ്പോൾ അവിടെ സ്റ്റേ ചെയ്യാൻ ഒരു റൂമുണ്ട്. ഞാൻ എടുത്തത് നോൺ AC റൂമായിരുന്നു. അതിനാണ് 35,000 വരുന്നത്. ഇതിൻ്റെ ഡിഫറെൻറ്റ് റേറ്റ്സ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് ലാസ്റ്റ് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ നോൺ AC റൂം നല്ല റൂമായിരുന്നു. അതായത് ഒരു നോർമൽ റൂം, ലക്ഷറി റൂമൊന്നും അല്ല, നോർമൽ 2 ആൾക്കാർക്ക് താമസിക്കാൻ പറ്റുന്ന നല്ല റൂമായിരുന്നു. ഞാൻ റൂമൊന്ന് കാണിച്ചു തരാം. ഞാൻ ഡിസ്ചാർജായി വരുന്നതിന് തൊട്ട് മുന്നേ അവിടുത്തെ എക്സ്പീരിയൻസ് വളരെ നല്ലതായതുകൊണ്ട് നിങ്ങൾക്കൊക്കെ ഷെയർ ചെയ്യണം എന്ന് വിചാരിച്ച് അന്ന് എടുത്തു വെച്ചൊരു വീഡിയോ ആണിത്. പ്രോപ്പർ റൂം ടൂർ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കംഫർട്ടബിൾ ആയിട്ടുള്ള സ്റ്റേ ആയിരുന്നു. കൊതുകിൻ്റെ ശല്യമോ അങ്ങനെ ഒരു പ്രശ്നമോ ഇല്ലായിരുന്നു. എനിക്കും എൻ്റെ കൂടെ വന്ന ബൈസ്റ്റാൻഡർ ആയിട്ടുള്ള അമ്മയ്ക്കും സ്റ്റേ ചെയ്യാൻ വേണ്ടി 2 സെപ്പറേറ്റ് ബെഡ് ഉണ്ടായിരുന്നു. കുട്ടിക്ക് വേണ്ടി ഒരു ക്രാഡിൽ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ പെർഫെക്റ്റ് ആയിരുന്നു. ഞാൻ പറഞ്ഞതുപോലെ ഞാൻ എടുത്തത് 14 ദിവസത്തെ IP ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. അതിന് അവർക്ക് സെപ്പറേറ്റ് ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാൻ തന്നെ ഉണ്ടായിരുന്നു. ട്രീറ്റ്മെൻറ്റ് പ്ലാൻ പ്രകാരം എനിക്ക് വിവിധ തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ടായിരുന്നു. അഭ്യംഗം, അതായത് ഒഴിച്ചിൽ, സ്റ്റീം ബാത്ത്, ഇലക്കിഴി, ഞവരക്കിഴി, സർവാംഗധാര, വേദുകുളി, ഹെഡ് മസാജ്, ഫുട്ട് മസാജ്, ഫേസ് പാക്ക്, ബോഡി പാക്ക്, കേശധൂപനം, ആൻറ്റി സ്ട്രെച്ച് ട്രീറ്റ്മെൻറ്റ്, അബ്ഡോമിനൽ ബൈൻഡിങ്, ഇങ്ങനെ എല്ലാം അവർ പറഞ്ഞിരുന്ന എല്ലാ ട്രീറ്റ്മെൻറ്റും എനിക്ക് ലഭിച്ചിരുന്നു. ഇതിൻ്റെ ഒരു പ്രത്യേക ഓർഡറൊക്കെ ഉണ്ട്. ഇതിങ്ങനെ അവരുടേതായൊരു ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ഉണ്ട്. 3 ഡേയ്സ് ഫസ്റ്റ് സ്റ്റീമിങ് ഉണ്ടായിരിക്കും, നെക്സ്റ്റ് 4 ഡേയ്സ് ആയിരിക്കും അടുത്ത കിഴി ഉണ്ടാവുക, അവസാനത്തെ 4 ഡേയ്സ് ആയിരിക്കും വേറൊരു കിഴി ഉണ്ടാവുക, ഫേസ് പാക്ക് 2 ദിവസത്തിൽ ഒരിക്കലായിരിക്കും ഉണ്ടാവുക. അങ്ങനെ അവരുടേതായ ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ഉണ്ട്. ഈ സ്ട്രെച്ച് ട്രീറ്റ്മെൻറ്റ് വേണ്ടി ഒരു സ്ട്രെച്ച് ക്രീമൊക്കെ ഡെയിലി എനിക്ക് ഇടുന്നുണ്ടായിരുന്നു. അബ്ഡോമിനൽ ബൈൻഡിങ് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല, കാരണം എൻ്റെ സി സെക്ഷൻ ആയതുകൊണ്ട് ആ ബൈൻഡിങ് ചെയ്യുന്ന സമയത്ത്, ഈ കച്ച കെട്ടുന്ന സമയത്ത് എനിക്കൊരു സ്ട്രെയിന് തോന്നിയിട്ട് എനിക്കത് പിന്നീട് കെട്ടാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് അതെൻ്റെ ചോയ്സ് ആയിരുന്നു അത് കെട്ടണ്ട എന്നുള്ളത്. എനിക്ക് കെട്ടിയിട്ട് എനിക്കൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് വേണ്ട എന്ന് ഞാനാണ് തീരുമാനിച്ചത്. ഇത് കൂടാതെ ഇൻറ്റേർണൽ മെഡിസിൻസും ഹെർബൽ മെഡിസിൻസും കുറുക്കും ഒക്കെ ഉണ്ടായിരുന്നു. ഒരു ഡോക്ടർ ഡെയിലി മോർണിംഗ് ആൻഡ് ഈവനിങ് വന്നിട്ട് ഞങ്ങളടുത്ത് അഭിപ്രായങ്ങളൊക്കെ ചോദിക്കുമായിരുന്നു. ട്രീറ്റ്മെൻറ്റ് ഓക്കെ ആണെന്നും നമ്മുടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ ഉണ്ടോ എന്നെല്ലാം അന്വേഷിക്കുമായിരുന്നു. അതേപോലെ മാനേജറും ഇടയ്ക്ക് വന്നിട്ട് അന്വേഷിക്കാറുണ്ടായിരുന്നു എല്ലാം ഓക്കെ ആണെന്നുള്ളത്.
സോ അതുകൊണ്ട് തന്നെ ട്രീറ്റ്മെൻറ്റ് വൈസ് എക്സ്പീരിയൻസ് വളരെ നല്ലതായിരുന്നു. ആദ്യമൊക്കെ ഞാൻ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഒരു 9 o'clock 10 o'clock ആ ടൈമിനാണ് പോയിക്കൊണ്ടിരുന്നത്. പിന്നീട് എൻ്റെ റിക്വസ്റ്റ് പ്രകാരം എനിക്കത് മോർണിംഗ് 7:30 6:30 ട്രീറ്റ്മെൻറ്റ് പ്ലാനിലോട്ട് മാറ്റി തന്നിട്ടുണ്ട്. സോ ഇതൊക്കെ നിങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരമാണ് ചെയ്യുന്നത്. എനിക്ക് ആ എക്സ്പീരിയൻസ് ഒക്കെ വളരെ നല്ലതായിരുന്നു. അവിടുത്തെ തെറാപ്പിസ്റ്റുമാരൊക്കെ നല്ല കെയറോടുകൂടിയാണ് എല്ലാം കൈകാര്യം ചെയ്യുന്നത്. നല്ല കാര്യമായിട്ടാണ് അവരെല്ലാ മസാജും അവരുടെ ട്രീറ്റ്മെൻറ്റ്സും ഒക്കെ നടത്തി തരുന്നത്. സോ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമുക്ക് അവരെ അറിയിക്കാനും പറ്റും. അവരതിന് കറക്റ്റായിട്ട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. ഇനി പറയുകയാണെങ്കിൽ ബേബി കെയർ, കുട്ടീനെ കാര്യത്തിൽ അവർ മേജറായിട്ട് നോക്കുന്ന കാര്യം എന്ന് പറയുന്നത് കുട്ടീനെ മസാജ് ചെയ്യുന്നതും കുട്ടീനെ കുളിപ്പിക്കുന്നതുമാണ്. അത് ഡെയിലി അവർ കുട്ടീനെ മസാജ് എണ്ണ കൊണ്ട്, അത് പ്രത്യേകിച്ച് വിർജിൻ കോക്കനട്ട് ഓയിൽ കൊണ്ടും പിന്നെ നാൽപ്പാമരാതി തൈലം കൊണ്ടും മസാജ് ചെയ്തിട്ട് അവർ കുളിപ്പിക്കും. അവർ കുളിപ്പിക്കുന്നത് കാണാൻ തന്നെ നല്ല രസമാണ്. അത് നമുക്ക് ഒരു ബുദ്ധിമുട്ടും തോന്നില്ല. കുട്ടി അത്രയും കംഫർട്ടബിളി, എൻ്റെ കുട്ടിയാണെങ്കിൽ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യായിരുന്നു ആ പ്രോസസ്സ്. ഐ സ്റ്റിൽ റിമെമ്പർ ദോസ് മൊമെൻറ്റ്സ്. അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് അവർ കുളിപ്പിക്കുന്നതായിരുന്നു. അത് കണ്ടിട്ടൊക്കെയാണ് എനിക്കും കുളിപ്പിക്കാനുള്ളൊരു എന്താ പറയുക, ഒരു ആത്മവിശ്വാസമൊക്കെ വന്നു തുടങ്ങിയത്. ബിക്കോസ് യങ്ങായിട്ടുള്ള തെറാപ്പിസ്റ്റുമാരാണ്, പക്ഷെ അവരത്രയും പെർഫെക്റ്റ്ലി കെയർ എടുത്തിട്ടാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. ഇനി ഫുഡ് എക്സ്പീരിയൻസിനെ പറ്റി പറയുകയാണെങ്കിൽ പോസ്റ്റ്മോർട്ടം പീരീഡിൽ ഫുഡ് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു കാര്യമാണ്. അപ്പോൾ നല്ല വിശപ്പുണ്ടായിരിക്കും. അത് മാത്രമല്ല ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറ്റ് തന്നെയാണ് വേണ്ടത്. അപ്പോൾ അവിടുത്തെ ഫുഡ് വളരെ നല്ലതായിരുന്നു. എനിക്ക് മാത്രമല്ല ബൈസ്റ്റാൻഡറിന് ഫുഡ് കിട്ടുമായിരുന്നു. ഇപ്പോൾ ഒരു ഫുഡിൻ്റെ ജസ്റ്റ് ഒരു ഡെയിലി മെനു പറയുകയാണെങ്കിൽ മോർണിംഗ് നമ്മൾ എണീക്കുമ്പോൾ 6 മണിക്ക് തന്നെ നമുക്ക് ഒരു ഗ്ലാസ് പാലും പഴവും കിട്ടുന്നതാണ്, നേന്ത്രപ്പഴവും കിട്ടുന്നതാണ്. അതിനൊപ്പം ബൈസ്റ്റാൻഡർ ഒരു ചായ കിട്ടും. 8 മണിയാകുമ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടും. കേരള ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുള്ള പുട്ടോ അല്ലെങ്കിൽ ദോശയും ചമ്മന്തിയോ ഇഡ്ഡലി സാമ്പാറോ അങ്ങനെ പല വെറൈറ്റീസാണ് കിട്ടാറുള്ളത്. അത് ആവശ്യത്തോളം അളവിന് നമുക്ക് കിട്ടാറുണ്ടായിരുന്നു. അതിനോടൊപ്പം ഒരു ചായയും കിട്ടാറുണ്ട്. അത് എനിക്കും ബൈസ്റ്റാൻഡറിനും സെയിം തന്നെയാണ് തരുന്നത്. അതിനുശേഷം 11 മണിയാകുമ്പോൾ നമുക്ക് കുറുക്കും കരിപ്പട്ടി കാപ്പിയും തരുമായിരുന്നു. അത് ഡെയിലി ഉള്ളതാണ്. കുറുക്ക് മാറി മാറിയാണ് തരുന്നത്. ഇലക്കുറുക്കും വരാറുണ്ട്, അതുപോലെ തന്നെ ഉലുവയുടെ കുറുക്കും കിട്ടാറുണ്ട്. അത് മാത്രമാണ് എനിക്ക് ആകെ അവിടെ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുള്ളത്. മേ ബി ബിക്കോസ് എനിക്ക് ഉലുവ കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നുകൊണ്ടായിരിക്കാം. ഈ ഒരു 3 ദിവസം റിപ്പീറ്റ് ചെയ്ത് ഇതിങ്ങനെ വരുന്ന സമയത്ത് ഉലുവ രണ്ടാമതും വന്നപ്പോഴത്തേക്ക് എനിക്ക് വിഷമം തോന്നി. എന്നിട്ട് എനിക്ക് കഴിക്കാൻ തോന്നുന്നില്ലായിരുന്നു. പക്ഷേ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഉലുവ വളരെ നല്ലതാണ്. ഉലുവ നമ്മുടെ മിൽക്ക് പ്രൊഡക്ഷനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നൊരു സംഭവമാണ്. എനിക്ക് നല്ല പാലുള്ളതുകൊണ്ട് ഉലുവ വേണ്ട, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഹാഫൊക്കെ കഴിച്ചിട്ട് അമ്മയ്ക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇൻ കേസ് നിങ്ങളുടെ മിൽക്ക് സപ്ലൈ ഒക്കെ കുറവാണെങ്കിൽ ഉലുവ കഴിക്കുന്ന മസ്റ്റാണ്. തൽക്കാലം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കുക, അത്രേ ഉള്ളൂ. കുറുക്ക് അല്ലാണ്ട് ബാക്കി ഇലക്കുറുക്ക് തരുന്നതൊക്കെ അവർ ഒരുപാട് ഇലകൾ മിക്സ് ചെയ്തിട്ടുള്ള കുറുക്കാണ് തരുന്നത്. ഉച്ചയ്ക്ക് കൃത്യം 1 മണിയാകുമ്പോൾ തന്നെ ലഞ്ച് കിട്ടുമായിരുന്നു. അതും മീനൊക്കെ കൂടിയ നല്ല ബാലൻസ്ഡ് ആയിട്ടുള്ള ലഞ്ചാണ് കിട്ടുന്നത്. ആവശ്യത്തിൽ കൂടുതൽ ചോറൊക്കെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതെല്ലാ റൂമിലാണ് കൊണ്ടുവന്ന് തരുന്നത്, നമുക്കുള്ള ഫുഡ്, നമുക്കും ബൈസ്റ്റാൻഡറിനുള്ള ഫുഡ്. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം 4 മണിക്ക് ചായയും ചായയുടെ കൂടെ എന്തെങ്കിലും കഴിക്കാൻ സ്നാക്സ് ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം നമുക്ക് മാത്രം ഒരു ജ്യൂസോ അല്ലെങ്കിൽ സാലഡോ ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഈവനിങ്ങിന് നമുക്ക് ഡിന്നർ നമുക്ക് ഇടിയപ്പമോ പൂരിയോ അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ടാവാറുണ്ട്. ഇത്രയുമാണ് ഫുഡ്. ആ ഫുഡിൻ്റെ കൂടെ തന്നെ അവരാവശ്യമുള്ള മെഡിസിനും ലേഹ്യമൊക്കെ കൊണ്ടുവന്ന് തരാറുണ്ട്. എല്ലാം നമ്മുടെ റൂമിലാണ് കൊണ്ടുവന്ന് തരുന്നത്, ഇൻക്ലൂഡിങ് വെള്ളം നമ്മുടെ റൂമിൽ അവർ കൊണ്ടുവന്ന് തരാറുണ്ട്. ഇനി എല്ലാവരും ചോദിക്കുന്ന മെയിൻ കാര്യം, ഇതിൻ്റെയൊക്കെ കോസ്റ്റ് എത്രയാണ്? ഞാൻ ചൂസ് ചെയ്തത് 14 ദിവസമാണ്, 35,000 ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ ബാക്കി റൂംസ് എടുത്തു കഴിഞ്ഞാൽ എത്രയാണ്, പിന്നെ അതല്ലാണ്ട് OP ട്രീറ്റ്മെൻറ്റിൻ്റെയും ഒക്കെ കോസ്റ്റ് പ്ലാൻ എങ്ങനെയാണ് എന്നുള്ള ഡീറ്റെയിൽസ് ഞാൻ ഫുൾ ഇതിൽ കാണിക്കുന്നുണ്ട്. ഈ കാണിക്കുന്നത് അവരുടെ ബ്രോഷറാണ്. എനിക്കായ കോസ്റ്റ് 35,000 മാത്രമാണ്. അത് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് ഏകദേശം ഒരു ദിവസം 2,500 മാത്രമേ വരുന്നുള്ളൂ. അതിൽ റൂം സ്റ്റേ, എൻ്റെ ഫുഡ്, ബൈസ്റ്റാൻഡർ ഫുഡ്, ട്രീറ്റ്മെൻറ്റ്, മെഡിസിന്, പിന്നെ കുട്ടിക്കുള്ള മസാജും ബാത്തും, ഇതെല്ലാം കൂടി ഉൾപ്പെടെയാണെന്ന് ആലോചിക്കണം. ഇന്ന് പല പോസ്റ്റ്മോർട്ടം പാക്കേജും മിനിമം ഉള്ള റേറ്റ് 50,000 ആണ്. സോ അതുകൊണ്ട് ഇതൊരു വാല്യൂ ഫോർ മണി എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ട്രിവാൻഡ്രത്തുള്ള ആരെങ്കിലും ആണെങ്കിൽ മസ്റ്റായിട്ട് ഈ സ്ഥലം കോൺടാക്റ്റ് ചെയ്യുക. ഞാൻ ഇവരെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പറും ഇതിൻ്റെ ലൊക്കേഷനും ഒക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം. ഇവിടെ കോൺടാക്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇപ്പോഴത്തെ റേറ്റ് ബ്രോഷറും ഒന്ന് അന്വേഷിക്കുക. എന്നിട്ട് നിങ്ങളൊരു ഡിസിഷൻ എടുക്കുക. ഇത് തിരുവനന്തപുരം തച്ചോട്ടുകാവിലുള്ള സഞ്ജീവനി സിദ്ധ ആയുർവേദ ഹോസ്പിറ്റലായിരുന്നു. ഞാൻ പോയ സമയത്തെ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറഞ്ഞതുപോലെ ഷെയർ ചെയ്തിരിക്കുന്നത്. ഇപ്പോഴത്തെ പാക്കേജ് ഡീറ്റെയിൽസ് മാറിയോ എന്ന് എനിക്ക് ഡയറക്റ്റായിട്ട് അറിയില്ല. നിങ്ങൾക്ക് തന്നെ കോൺടാക്റ്റ് ചെയ്ത് കൺഫേം ചെയ്യാവുന്നതാണ്.
പോസ്റ്റ്മോർട്ടം കെയർ നോക്കിയിരിക്കുന്ന ഏതെങ്കിലും പുതിയ അമ്മമാർക്ക് ഇത് യൂസ്ഫുൾ ആകട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശരിക്കും ഞാൻ ഈ വീഡിയോ ചെയ്യാൻ പ്ലാൻ ചെയ്തത് പോലും അല്ല. എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് അവൾ ചെയ്യാൻ പോകുന്നത് 15 ഡേയ്സിന് 50,000 എന്ന് പറഞ്ഞു കേട്ടപ്പോൾ ആണ് ഈ ഡിസിഷൻ ഞാൻ എടുക്കുന്നത്. ഇതുപോലെ അറിയാത്ത കുറച്ച് പേർക്കെങ്കിലും ഇത് മനസ്സിലാകട്ടെ, ചെയ്യാൻ പൈസ ഇല്ലാത്തത് കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റില്ല എന്നൊരു തോട്ട് വരാതിരിക്കട്ടെ എന്ന് കരുതി ഷെയർ ചെയ്യുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഐ ഹോപ്പ് ദിസ് ഈസ് ഹെൽപ്ഫുൾ. ഇനിയും ഇതുപോലുള്ള കണ്ടന്റ്സിന് വേണ്ടി എന്നെ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.